Hi dear friends, welcome back to Happy Life TV. മക്കളെ വളർത്തിക്കൊണ്ടുവരുന്ന സമയത്ത് രക്ഷിതാക്കൾക്ക് ചെയ്യാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അവരുടെ ചിന്താതലത്തെ, ബോധമണ്ഡലത്തെ ചെറിയ പ്രായത്തിൽ തന്നെ വളരെ ഉയരത്തിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളത്. നമ്മുടെയൊക്കെ മക്കൾ അല്ലെങ്കിൽ ഇന്നത്തെ സമൂഹത്തിൽ കാണുന്ന യുവാക്കൾ അല്ലെങ്കിൽ മധ്യവയസ്കരായ ആളുകളൊക്കെ അവർക്ക് അത്യുയരങ്ങളിൽ ചിന്തിക്കാൻ പോയതിൻ്റെ വളരെ പ്രധാനപ്പെട്ട കാരണം അത്തരത്തിലുള്ള ഒരു സെൻസ് അവർ വളർന്നു വരുന്ന സമയത്ത് കിട്ടിയില്ല എന്നുള്ളതാണ്. പക്ഷെ നമ്മുടെ മക്കൾക്ക് ഒരിക്കലും അത് കിട്ടാതെ പോകരുത്. ചെറിയ പ്രായത്തിൽ പഠിക്കുന്ന സമയത്ത് തന്നെ മക്കളോട് പറയുക, മോനെ നാളെ നീ ഡൽഹിയിൽ പഠിക്കുന്ന സമയത്ത് നിനക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. നീ റഷ്യയിൽ MBBS പോകുന്ന സമയത്ത് അല്ലെങ്കിൽ നീ PG വേണ്ടി സ്വിറ്റ്സർലൻഡിൽ പോകുന്ന മെഡിക്കൽ PG വേണ്ടി സ്വിറ്റ്സർലൻഡിൽ പോകുന്ന സമയത്ത് ഓക്സ്ഫോർഡിൽ ചെല്ലുമ്പോൾ നിനക്കത് മനസ്സിലാവും. ഇങ്ങനെയൊക്കെ പലതരത്തിൽ അവരുടെ ചിന്താമണ്ഡലം ഒരു സംശയവും ഇല്ലാതെയാണ് നമ്മളത് പറയുന്നത്. ചെറിയ കുട്ടികളുടെ പ്രത്യേകിച്ചും അവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ചെറിയ പ്രായത്തിൽ നാം പറയുന്നത് എന്തോ നിഷ്കളങ്കമായിട്ട് അവർ ഏറ്റെടുക്കും. അത് കള്ളമാണെങ്കിൽ പോലും അവർ ഏറ്റെടുക്കും, നെഗറ്റീവായ കാര്യങ്ങളാണെങ്കിൽ പോലും അവർ ഏറ്റെടുക്കും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പോസിറ്റീവായ രീതിയിൽ അവരുടെ ചിന്താമണ്ഡലം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നമുക്ക് വികസിപ്പിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് ഭാവിയിൽ വളരെ ഉയർന്ന ഒരു തരത്തിൽ അവർക്ക് സ്വയം അവരെ കാണുവാനും പ്രതിഷ്ഠിക്കുവാനും അത് അച്ചീവ് ചെയ്യുവാനും അവർക്ക് സാധിക്കുന്നതാണ്. വയനാട് നിന്നുള്ള ഒരു കഥ പലപ്പോഴും നാം പറഞ്ഞിട്ടുണ്ട്. 2 പെൺകുട്ടികൾ, ഒരേ ക്ലാസ്സിൽ പഠിച്ച മേഴ്സി, ജെസ്സി എന്നു പേരുള്ള 2 പെൺകുട്ടികൾ. അവർ രണ്ടുപേരും വളരെയധികം അടുത്ത കൂട്ടുകാരായിരുന്നു. അങ്ങനെ കാലം കുറേ കഴിഞ്ഞു. മേഴ്സി എന്ന് പറയുന്ന പെൺകുട്ടി +2 കഴിഞ്ഞ്, ഡിഗ്രി കഴിഞ്ഞ്, B.Ed കഴിഞ്ഞ് ബസ് കണ്ടക്ടറായി ജോലി ചെയ്യുന്ന ഒരാളെ കല്യാണം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നു. ആ പെൺകുട്ടി 3 തവണയാണ് കോഴിക്കോട് വന്നിട്ടുള്ളത്, 1 തവണ എറണാകുളത്തും. അതിനപ്പുറത്തേക്ക് മേഴ്സി എന്ന് പറയുന്ന കുട്ടിക്ക് ഒരു ലോകമില്ല. എന്നാൽ അവരുടെ കൂടെ തന്നെ പഠിച്ചിരുന്ന ജെസ്സി എന്ന് പറയുന്ന കുട്ടിയുടെ അച്ഛൻ, ആ കുട്ടി +2 പഠിക്കുന്ന സമയത്ത്, +1 +2 പഠിക്കുന്ന സമയത്ത് ലോകത്തെ പ്രധാനപ്പെട്ട വനിതാ CEO കുറിച്ചൊക്കെയുള്ള സംരംഭങ്ങളെക്കുറിച്ചൊക്കെയുള്ള പുസ്തകങ്ങൾ അവർക്ക് വായിക്കാൻ കൊടുക്കുമായിരുന്നു. അങ്ങനെ ഈ ജെസ്സി എന്ന് പറയുന്ന കൊച്ച് അതെല്ലാം വായിച്ച് അവരുടെ ചിന്താമണ്ഡലമൊക്കെ അങ്ങ് വികസിച്ച് യൂറോപ്പും US ഒക്കെ ഓഷ്യാനിയയും ഒക്കെ ഇവരുടെ ചിന്തയിലേക്ക് കടന്നു വന്ന് വളരെ ചെറിയ ആ ഒരു പ്രായത്തിൽ തന്നെ ഉയർന്ന ചിന്തകളിലേക്ക് പോവുകയും, നേരത്തെയും അത്തരത്തിലുള്ള പല പുസ്തകങ്ങളും ആ പിതാവ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതുകൂടെ ആയപ്പോൾ ഒരു വലിയ തരത്തിലേക്ക് അത് മാറുകയും അവസാനം അവർ ഉത്തരേന്ത്യയിൽ IIT ചെന്ന് അവിടുന്ന് പാസ്സാവുകയും ലണ്ടൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനി ഈ കുട്ടി അവിടെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്, IIT പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ അവർക്ക് സ്വന്തമായി സോൾവ് ചെയ്യാൻ പറ്റാത്തൊരു പ്രശ്നം ഈ ഗ്രൂപ്പിന് കൊടുക്കുകയും ഈ കുട്ടിയുടെ ഒരു ക്രിയേറ്റിവിറ്റിയിൽ ഈ കുട്ടി ഹെഡ് ചെയ്ത അല്ലെങ്കിൽ നയിച്ച ഒരു സംഘത്തിന് വളരെ ഭംഗിയായിട്ട് അത് സോൾവ് ചെയ്യാൻ പറ്റുകയും അങ്ങനെ അപ്പോൾ തന്നെ ഈ കുട്ടിയെ ഭാവിയിൽ ലണ്ടനിലേക്ക് അവരുടെ കമ്പനിയിലേക്ക് വളരെ ഉന്നതമായ ഒരു സ്ഥാനം നൽകിക്കൊണ്ട് അവർ ബുക്ക് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ലണ്ടനിൽ ചെന്നു. അവിടുന്ന് അവരുടെ കമ്പനിയുടെ മറ്റ് സ്ഥലങ്ങളിലേക്ക്, പാരീസിലേക്കും മ്യൂണിക്കിലേക്കും ആംസ്റ്റർഡാമിലേക്കും അങ്ങനെ പല ഭാഗങ്ങളിലേക്കും അവർ യാത്ര ചെയ്യുകയും അവസാനം ഒരു വളരെ ഉന്നതമായ ഒരു സ്ഥാനത്ത് നിൽക്കുന്ന ഒരു അണ്ടർ സെക്രട്ടറിയെ കല്യാണം കഴിക്കുകയും ഇന്ന് യൂറോപ്പിലാകെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട എല്ലാവരും ആദരിക്കുന്ന ഒരു ഒഫീഷ്യലായിട്ട് ആ കുട്ടിക്ക് മാറുവാനും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ചെറിയ പ്രായത്തിൽ നാം കുട്ടികൾക്ക് കൊടുക്കുന്ന ചിന്തകൾ ഇല്ലായ്മകളുടെ കഥകളല്ല അവർ കേൾക്കേണ്ടത്, ഉയരങ്ങളെക്കുറിച്ചുള്ള കഥകളാണ്, നന്മയുടെ കഥകളാണ് അവർ കേൾക്കേണ്ടത്. അത്തരത്തിൽ അവരെ വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ തകരഷെട്ടിൽ ജീവിച്ച് അമേരിക്കയുടെ പ്രസിഡന്റ് വരെ ആയിക്കഴിഞ്ഞ ബിൽ ക്ലിൻ്റൻ്റെ ചരിത്രം പോലെ ഒരുപക്ഷെ ആ കുട്ടിക്ക് നാളെ ലോകം കീഴടക്കുവാൻ സാധിക്കും. നമ്മുടെ കരങ്ങളിലാണ് മക്കളുടെ ഭാവി എന്ന് പറയുന്നതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സംക്ഷിപ്തം ഇതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മക്കളുടെ ഭാവി ഉന്നതമാവണമെന്ന് ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾ എത്ര വിലപിടിപ്പുള്ള ബസ്സിൽ അല്ലെങ്കിൽ വിലപിടിപ്പുള്ള കാറിൽ അല്ലെങ്കിൽ എത്ര വിലപിടിപ്പുള്ള സ്കൂളിൽ അവന് ചേർത്തുന്നു എന്നതല്ല, അവൻ്റെ ചിന്താമണ്ഡലം നിങ്ങൾ വികസിപ്പിക്കുന്നുവോ എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ലെറ്റ്സ് ഡൂ ദാറ്റ്. നമുക്കത് ചെയ്യാം. അങ്ങനെ നല്ല ഒരു ഭാവി മാനസികമായ തലത്തിൽ ഉയർന്നു ചിന്തിക്കുവാനുള്ള അവസരം ഇപ്പോൾ തന്നെ അവർക്ക് നൽകാം. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. മറ്റു വിഷയങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. Be with us. Watch and subscribe Happy Life TV.